നടിയെ ആക്രമിച്ച കേസിൽ റിപ്പോർട്ടർ ഒളിക്യാമറയിൽ മുഖ്യപ്രതി പൾസർ സുനി നടത്തിയ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണം തുടങ്ങി. എറണാകുളം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പൾസർ സുനി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടോ എന്നും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുമാണ് പോലീസ് പരിശോധിക്കുക. SP വൈഭവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്ന റോഷിപാൽ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. റോഷിപാലുമായി പൾസർ സുനി സംസാരിച്ചതൊക്കെ അന്വേഷണ സംഘം ഇപ്പോൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടു. ഇനി അങ്ങോട്ടുള്ള നടപടികൾ എങ്ങനെയായിരിക്കും റോഷിപാൽ? സുജയ പാർവതി, കഴിഞ്ഞ ദിവസം പൾസർ സുനി റിപ്പോർട്ടർ ഒളിക്യാമറയിൽ വെളിപ്പെടുത്തിയ ഏറ്റവും സുപ്രധാനമായ കേസിന് സഹായകരമായ തെളിവുകളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. എറണാകുളം റൂറൽ പോലീസാണ് ഈ വെളിപ്പെടുത്തലിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനമാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എറണാകുളം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം അന്വേഷണം. പ്രധാനമായും പൾസർ സുനി ഈ അഭിമുഖം നൽകിയതിലൂടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന പരിശോധനയാണ്. നേരത്തെ ജാമ്യം നൽകുമ്പോൾ പ്രധാന വ്യവസ്ഥകളിലൊന്ന് മാധ്യമങ്ങളുമായി കേസിന്റെ വിവരങ്ങൾ പങ്കുവെക്കാൻ പാടില്ല എന്നാണ്. റിപ്പോർട്ടർ ടിവിയോട് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ച് ഈ ബലാത്സംഗ കൊട്ടേഷനാണെന്നും അത് ദിലീപ് 1.5 കോടി രൂപയ്ക്കാണ് തനിക്ക് നൽകിയത്, അതിൽ 70 ലക്ഷം രൂപ ലഭിച്ചു, 80 ലക്ഷം രൂപ കൂടി ലഭിക്കാനുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അത് പരിശോധിക്കുന്നത്. അതിനു പുറമെ മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിൽ പൾസർ സുനി ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തലവനായ ബൈജു പോലൂസ് ഈ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് നിയമപരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ കേസിൽ തുടരന്വേഷണത്തിന്റെ സാധ്യതയാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. ഈ കേസിന് സഹായകരമാവുന്ന എന്തെങ്കിലും വെളിപ്പെടുത്തൽ പൾസർ സുനി നടത്തിയിട്ടുണ്ടോ എന്ന നിയമോപദേശം തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണും ഒപ്പം ദൃശ്യങ്ങൾ സൂക്ഷിച്ച യഥാർത്ഥ മെമ്മറി കാർഡും അത് എവിടെയാണെന്ന് കൃത്യമായി അറിയാമെന്ന സൂചന പൾസർ സുനി റിപ്പോർട്ടർ ടിവിക്ക് യോട് വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു പരിശോധന കൂടി നടത്തുന്നത്. ഏതായാലും കേസിന് സഹായകരമാകുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ പൾസർ സുനി നടത്തിയതെന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമോപദേശമാണ്. ഈ അന്വേഷണ സംഘത്തിന് പോലീസിനും പ്രത്യേകിച്ച് നൽകുന്ന നിയമോപദേശം അത് നിർണായകമാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുക. പോലീസ് തുടരന്വേഷണം നടത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്നാലും അടുത്ത ദിവസം തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുജയ. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.